ഹായ് ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കാണിക്കാൻ പോകുന്നത് പഴം കൊണ്ടിട്ടുള്ള കൊഴുക്കട്ടയാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ടുള്ള ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. 2 എണ്ണമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ആവിയിലൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാനിത് അവിടെ ഒരു സ്റ്റീം പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനിൽ വാങ്ങിയ സാധനമാണ്. അപ്പോൾ ഇതിന് എത്ര റേറ്റ് എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇതിലാണ് നമ്മൾ സ്റ്റീം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പാത്രം നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ വാങ്ങിക്കുക, ഉപയോഗിക്കുക. അപ്പോൾ ഇത് പഴം ഞാൻ ആവിയിൽ വേവിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂടി വെച്ച് കുറച്ച് വെള്ളം തിളപ്പിച്ച് നമുക്കത് കണക്റ്റാക്കി സ്വിച്ച് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ അതവിടെ സ്റ്റീം ആയിക്കോളും. അപ്പോൾ നമുക്ക് ആ സമയത്തിനുള്ളിൽ നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒക്കെ തയ്യാറാക്കാനുണ്ട്. സാധാ കൊഴുക്കട്ട പോലെ തന്നെ ആണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് വേറെ രീതിയിലാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതിൽ ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ ഒക്കെ റെഡിയാക്കാൻ പോവാം. ഇതിങ്ങനെ സ്വിച്ച് ഇട്ടിട്ട് ഇങ്ങനെ റെഡ് കളർ വരണം കേട്ടോ, അല്ലെങ്കിൽ അത് ഓൺ ആവില്ല. അത് ഓണാക്കി കൊടുക്കുക. ഞാൻ ഓൾറെഡി ഓണായിട്ടാണ് ഉള്ളത് പാത്രം, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. ഇതിൽ നമുക്ക് മുട്ട വേവിക്കാം, പിന്നെ അല്ലാതെ എന്ത് സാധനമാണെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അടിപൊളി സാധനമാണ്. അങ്ങനെ ഇതാ ഞാൻ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വെല്ലം എടുത്തിട്ടുണ്ട്. വെല്ലം നല്ല പൊടിച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച്, 1 ഗ്ലാസ് വേണ്ട, 1/2 ഗ്ലാസ് മതി. നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണ്ടത് അതനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 പഴം എടുത്തത് കൊണ്ട് കുറച്ച് വെല്ലം മാത്രം ഞാനിവിടെ ഉരുക്കി എടുക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് വേണ്ടത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ ഏലക്ക എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ വെല്ലം കുറുകി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയാണ് നെയ്യ് ഇട്ട് കൊടുത്തത്. അങ്ങനെ ഇതാ അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആകുന്ന വരെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്കിത് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. അതിനകത്ത് 3 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പാത്രം എൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ഇതിൻ്റെ കൂടെ കുറേ പാത്രങ്ങളുണ്ട്. അടിപൊളി പാത്രമാണ്. അപ്പോൾ ഞാനിതാ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പഴം നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്, വെല്ലം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴം എടുത്തിട്ട് നല്ലോണം ഉടച്ചിട്ട് നമുക്ക് ഈ അരിപ്പൊടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ പഴം 2 നല്ല ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പോലെ നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നില്ലേ, അതുമാതിരി നല്ല പോലെ കുഴച്ചെടുക്കുക. ഇത് കുഴക്കുന്ന സമയത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് നെയ്യിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ല. പിന്നെ മോൾക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ അതിലിച്ചിരി കൂടുതലിട്ടത്. അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കുഴച്ച് നല്ല സെറ്റായിട്ടുണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കത് ഉരുട്ടിയെടുക്കാം. സാധാ കൊഴുക്കട്ടയ്ക്ക് ആക്കുന്ന പോലെ തന്നെ നല്ല ബോളുകളാക്കി എടുക്കുക. എന്നിട്ടൊരു കുഴി മാതിരി ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഫില്ലിങ് വെച്ചതിന് ശേഷം നല്ല പോലെ അത് ഇതാക്കിയെടുക്കണേ. ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരും. ഇതെല്ലാം ആയതുകൊണ്ട് നല്ലത് ഉരുട്ടിയെടുക്കുക കേട്ടോ. പുറത്തേക്ക് പോകാത്ത രീതിയിൽ നല്ലോണം ഉരുട്ടിയെടുക്കുക. ഞാനിവിടെ 4 പൗളാണ് ഉണ്ടാക്കുന്നത്. എല്ലാം നമുക്കിങ്ങനെ ആക്കിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്കെല്ലാം സെറ്റായതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതേ പാത്രത്തിൽ തന്നെ ആവി കയറ്റി എടുക്കാനാണ്. അപ്പോൾ ഞാൻ 4 ബോളുകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആവിയിലേക്ക് വയ്ക്കാം. അപ്പോൾ നേരത്തെ സ്റ്റീം ചെയ്ത പോലെ തന്നെ അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ് അത്രേ വേണ്ടുള്ളൂ.
അപ്പോൾ അതാ സാധനം അടിപൊളിയായി വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഒരെണ്ണം മുറിച്ച് കാണിക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പഴത്തിൻ്റെയും നെയ്യിൻ്റെയും എല്ലാ ഫ്ലേവറും തേങ്ങേൻ്റെയൊക്കെ കൂടി അപാര ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ടൈം മതി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല. അപ്പോൾ അടുത്ത വീഡിയോ